ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ചലഞ്ച് വീഡിയോ പോലെയാണ് വന്നിരിക്കുന്നത്. അതായത് ഇനി അങ്ങോട്ട് ഒരു 100 ഡേയ്സിൻ്റെ ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് ചെയ്യണത്. അതിൽ ഡേ 1 ആണിത്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ വീഡിയോ പോലെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഈ 100 ഡേയ്സ് ചലഞ്ചിൽ 100 ഡേയ്സും എന്തായാലും ഒരു ദിവസം ഒരിത്തിരി നേരമെങ്കിലും എന്തായാലും പഠിക്കും. ഒറ്റ ദിവസം പോലും പഠിക്കാണ്ടിരിക്കില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോനെ പറ്റി ആലോചിച്ചത്. അതാവുമ്പോൾ നമുക്കിങ്ങനെ മടി പിടിച്ചിട്ട് ചില ദിവസങ്ങളിൽ ഒട്ടും പഠിക്കാണ്ടിരിക്കാൻ ഇങ്ങനെ ഒട്ടും പഠിക്കണ്ടെന്നൊക്കെ തോന്നും. അങ്ങനെ ഇരിക്കുന്ന ദിവസങ്ങളിലും ഇങ്ങനെ ഒരു ചലഞ്ചായിട്ട് എടുക്കുകയാണെങ്കിൽ 100 ഡേയ്സ് എന്ത് സംഭവിച്ചാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്നും പഠിക്കാനില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കും എന്നുള്ളൊരു ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സീരീസ് പോലെ ചെയ്യാമെന്ന് വിചാരിക്കണേ. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇത് കാണുന്നവർ പഠിക്കുന്നവരുണ്ട്, ഇതേപോലെ പഠിക്കാൻ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ഇല്ലാതെ പഠിക്കാനൊരു മൂഡില്ലാതൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഈ ചലഞ്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിച്ച് തുടങ്ങാം. അപ്പോൾ തുടക്കം ചെറിയ സ്റ്റെപ്പ് വെച്ച് നമുക്ക് 100 ഡേയ്സ് ആകുമ്പോഴേക്കും വലിയ ബിഗ് സ്റ്റെപ്പിലേക്ക് എത്താം. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കണം. അപ്പോൾ ഈ ചലഞ്ച് 100 ഡേയ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആണ്, ഡേ 1. അങ്ങനെ മെഡിസിനൽ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റാണ് ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തത്. അതിൻ്റെ അകത്ത് കുറേ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട്, ഇങ്ങനെ ഡ്രഗ്സിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ വരച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റാണ് ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തന്നെ ഫസ്റ്റ് എടുത്തു. ഒരു സ്റ്റാർട്ട് തന്നെ ഇത്തിരി ഇങ്ങനെ ഇൻസ്പയർ ആയിട്ട് തുടങ്ങുമ്പോൾ, എന്തെങ്കിലും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് തന്നെ എല്ലാവരും ഈസി ആയിട്ടുള്ളത് ചെയ്യണമെന്ന് പറയും. പക്ഷേ എന്നെ സംബന്ധിച്ച് ആ ഒരു മോട്ടിവേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഹാർഡായിട്ടുള്ളത് പഠിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ആ മോട്ടിവേഷൻ കുറഞ്ഞു വരുമ്പോൾ പിന്നെ പാടുള്ള സബ്ജക്റ്റ് പഠിക്കാൻ ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ആ ഒരു ഫയർ നിൽക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഫസ്റ്റ് പഠിച്ച് ഒരു സെറ്റ് അങ്ങനെ ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഒരു സെറ്റ് ഓഫ് ഡ്രഗ്സ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് വരച്ച് നോക്കുകയാണ്. ഫസ്റ്റ് തൊട്ട് പഠിച്ച ഫുൾ ഡ്രഗ്സ് ആദ്യം തൊട്ട് ഞാനൊന്ന് വരച്ച് നോക്കുകയാണ്, എല്ലാം ഓർമ്മയില്ലേ എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ചെറിയതായിട്ട് അവിടെയൊക്കെ കുറച്ചൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി നോക്കി അതെല്ലാം ഒന്നും കൂടിയും ആലോചിച്ചു വെച്ചു. അപ്പോൾ എല്ലാം ഓർമ്മയുണ്ടായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും മറന്നുപോയി.
എന്നാലും സാരമില്ല, നമ്മളൊരു സ്റ്റെപ്പ് വയ്ക്കുകയാണ്, നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. അപ്പോൾ ഇതിനൊരു റിവിഷൻ ഡേ നമുക്ക് ഇടാം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊരു റിവിഷൻ ഡേ പോലെ ഒരു ഡേ ഇൻക്ലൂഡ് ചെയ്യാം നമ്മുടെ സ്റ്റഡി ചാലഞ്ച് ഡേയ്സിൽ ഏതെങ്കിലും ഒരു ദിവസം. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാനപ്പോൾ അതുവരെ പഠിച്ച ആ സ്ട്രക്ചേഴ്സ് എല്ലാം ഒന്നും കൂടി റീകളക്ട് ചെയ്ത് ആലോചിച്ച് ഒന്നുകൂടി വരച്ച് നോക്കി അങ്ങനെ ആ സബ്ജക്റ്റ് അവസാനിപ്പിച്ചു. അങ്ങനെ ഈ ഒരു പേജ് 2 പേജിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മെഡിസിനൽ കെമിസ്ട്രി ഫസ്റ്റ് ഡേ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഫാർമക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റാണ് എടുത്തത്. സബ്ജക്റ്റിൽ എനിക്ക് നോട്ട്സിൽ ചെറിയൊരു ഡൗട്ട്സ് ഉണ്ടായിരുന്നു. കുറച്ച് ടേംസിൽ സ്പെല്ലിങ് കറക്ഷൻസ് ഉണ്ടായിരുന്നു. കുറച്ച് ഡ്രഗ്സിൻ്റെ സ്പെല്ലിങ്ങിലൊക്കെ കുറച്ച് ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലെക്ചർ എഴുതിയെടുത്തപ്പോൾ കുറച്ച് ടേംസൊക്കെ മിസ്സായിപ്പോയി എന്ന് തോന്നിയപ്പോൾ ഞാനപ്പോൾ ആ ടേംസുകളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ എന്തായാലും ടെക്സ്റ്റ് തുറന്നു. അപ്പോൾ ഒന്ന് വെറുതെ സർഫസിൽ കൂടെ ആ ചാപ്റ്റർ ഒന്ന് വെറുതെ വായിച്ചു. വെറുതെ തുടക്കമായതുകൊണ്ട് വെറുതെ ഒരു ഷോക്ക് വേണ്ടി വായിച്ചതാണ്. അല്ലാണ്ട് ഞാനങ്ങനെ വായിക്കാറൊന്നുമില്ല. ജസ്റ്റ് ഒരു വെറുതെ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് വായിച്ചു എന്ന് മാത്രം. ഇതൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. മുമ്പത്തെ സെമിസ്റ്റേഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അപ്പോൾ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ജസ്റ്റ് വെറുതെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ വായിച്ചു. എന്തായാലും വീഡിയോ എടുക്കുകയല്ലേ, അപ്പോൾ പിന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ വായിച്ചാണ്. അല്ലാണ്ട് ഞാനത് വായിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. ടെക്സ്റ്റൊന്നും എന്തിനാണോ തുറന്നത് അത് മാത്രം നോക്കിയിട്ട് അടയ്ക്കാറാണ് പതിവ്. അപ്പോൾ അതുപോലെ അപ്പോൾ ടേംസുകൾ എല്ലാം കറക്റ്റല്ലേ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്തു. എല്ലാത്തിൻ്റെയും സ്പെല്ലിങ്ങും ഡ്രഗൊക്കെ കറക്റ്റല്ലേ സ്പെൽ ചെയ്തിരിക്കണേന്നൊക്കെ ഉള്ളതൊക്കെ നോക്കി ജസ്റ്റ് അപ്പോൾ ഒന്ന് എന്തായാലും എടുത്താലേന്ന് വെച്ചിട്ട് ആ പോർഷൻ ഒന്ന് വെറുതെ വായിച്ചു. അങ്ങനെ ടെക്സ്റ്റ് അടച്ചു. എന്നിട്ട് പിന്നെ നോട്ട് പഠിച്ചു. നോട്ടിൽ ഉണ്ടായിരുന്നതെല്ലാം പഠിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് നോട്ടിനെ പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒന്നും കൂടി ഷോർട്ടാക്കി അതിൻ്റെ അകത്ത് ടേംസുകൾ ഓരോ സെൻറ്റൻസിൽ ഓരോ പാരഗ്രാഫിൽ ആവശ്യമുള്ള ടേംസുകൾ മാത്രം എടുത്തൊരു ചെറിയ ഷോർട്ട് നോട്ട് പോലെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ എഴുതിയ ഷോർട്ട് നോട്ട് നോക്കുമ്പോൾ ആ കംപ്ലീറ്റ് പാരഗ്രാഫ് എനിക്ക് ഓർമ്മ വരും എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു ചെറിയ നോട്ടാക്കി എഴുതി വെച്ചു. അപ്പോൾ ഞാൻ എഴുതി നോട്ട് നോക്കുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആയ നോട്ടിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ പറ്റുന്നുണ്ടായിരുന്നു. ഇനി ഓർമ്മ വരുമെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ ചെറിയൊരു നോട്ട് ഉണ്ടാക്കി അങ്ങനെ ഫസ്റ്റ് ഡേ അവസാനിപ്പിച്ചു. അപ്പോൾ ഈ 2 സബ്ജക്റ്റാണ് ഞാൻ ഡേ 1 സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളും ഇതേപോലെ പഠിക്കുന്നവരാണെങ്കിൽ ഇന്നോട്ട് എൻ്റെ കൂടെ നിങ്ങളും ജോയിൻ ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് ഡേ ആണ് ഈ ദിവസമാണോ കാണണതെന്ന് അറിയാൻ പറ്റില്ല വീഡിയോ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലാണ് കാണണമെങ്കിൽ തിരിച്ച് വന്നിട്ട് ഈ വീഡിയോ തൊട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു. അപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് താങ്ക് യു. നിങ്ങളും കൂടി പഠിച്ചു തുടങ്ങിയാൽ എനിക്കതൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് ഇട്ടാൽ നിങ്ങളിൽ പഠിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും കൂടി ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, അവരും കൂടിയും പഠിക്കുകയാണെങ്കിൽ എനിക്കതൊരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ താങ്ക് യു. അതുപോലെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതേപോലെ പഠിക്കുന്ന ആരെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിയിലോ ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.